കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊന്മുടി നട്ടുച്ചയ്ക്കല്ലേ പോയത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങി. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങി. അവിടെ എത്തുമ്പോഴേക്ക് വൈകുന്നേരം ആവില്ലേ. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ച് ഇറങ്ങി. അപ്പോൾ നെല്ലിയാമ്പതി പോവാം. ലെറ്റ്സ് ഗോ. കാലൊക്കെ നോക്കുന്നത്. ഇനിയൊരു 7-10 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ ഈ മലയുടെ വെള്ളം കുടിച്ച് നോക്കാം. ഇതേ എവിടെ നിന്നാണ് പറഞ്ഞത്? വീട്ടിൽ നിന്ന് പറഞ്ഞതാണ്. വീട്ടിൻ്റെ ബാത്റൂമിൽ നിന്ന് പറഞ്ഞ വെള്ളമാണ്. എന്താണെന്ന് അറിയത്തില്ല. നല്ല ഐസ് വെള്ളം. ഐസ് വെള്ളം. വഴിയൊക്കെ ഇല്ലേ, വഴിയൊക്കെ കറക്റ്റ് നമ്മുടെ പൊന്മുടി പോലെയാണ്. പക്ഷേ എന്താ ഈ പൊന്മുടിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ. പൊന്മുടി കാര്യം കൊള്ളാം. പൊന്മുടി 100 രൂപ വാങ്ങിച്ചാൽ മതി. 100 രൂപ. ഇവിടെ കയറാൻ പൈസയൊന്നുമില്ല, ഫ്രീ ആണ്. പക്ഷെ എന്തോ വേറൊരു വൈബ് അല്ലേ ഇവിടെ. കാട്ടിൽ കയറാൻ എന്തിനാണ് പൈസ? ഇവിടെ വേറൊരു വൈബ്. ഇതാ ഇവിടുത്തെ വൈൽഡ് ലൈഫ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് പോകണം. അത് ദൂരിക്കുന്ന ഒരു സൂം ചെയ്തേ. അതിൻ്റെ പേരെന്തോന്നാ? എൻ്റെ സിംഹവാലം കുരങ്ങനല്ലേ ഇത്? അല്ല സിംഹവാലനല്ല. സിംഹവാലില്ലല്ലോ. അടുത്തത് കിട്ടി പന്നി. പന്നി പന്നി 1 പന്നി തന്നെയാണ്. ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നും കയറാൻ പറ്റിയില്ല. അപ്പോഴെന്ന് വെച്ചാൽ 8 to 4 കയറുന്ന സമയം കേട്ടോ. 8 to 4 കയറണം. അതിനുശേഷം വന്നതിന് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നവർ രാവിലെ വരണം കേട്ടോ. രാവിലെ വന്നാലേ നമുക്ക് ഫുള്ള് കണ്ടിട്ട് തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വലിയ സ്പേസാണ്. വലിയൊരു ഏരിയ കേട്ടോ അത്. ഒരു ദിവസം ഫുള്ള് വേണം ഇവിടെ കറങ്ങാൻ. ഇപ്പോൾ കറങ്ങാൻ ഒരു ദിവസം ഫുള്ള് വേണം. ഈ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത ഇവിടെയാണ്. നമ്മളങ്ങോട്ട് പോവും കുറച്ച് കഴിഞ്ഞിട്ട്. ആ മലയുടെ മുകളിലാണ് അവിടെ വല്ല ആയിരിക്കും അല്ലേ. ഇവിടെ നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ 4 മണിക്ക് ശേഷം കയറ്റി വിടില്ല കേട്ടോ. വൈകുന്നേരം 4 മണി. ഇതാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. 4 മണി. പിന്നെ അപ്പോൾ ഈ സീതാർകുണ്ടിനകത്ത് കയറിയില്ല നമ്മൾ. അവിടെ വൻ കാടാണ്, ഇതാണെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇവിടെ മൊത്തവും ഒരു എസ്റ്റേറ്റാണ് കേട്ടോ. ആൾക്കാർ താമസിക്കുന്ന സ്ഥലം പോലെയാണ്. ഇതിനും കാട് നമ്മുടെ നാട്ടിലാണെന്ന് തോന്നുന്നു. ഇതിനും കാട് നമ്മുടെ നാടാണെന്ന് തോന്നുന്നു. സത്യം ഗൈസ്, ഇതിനുള്ളിൽ കയറിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇവിടുത്തെ വ്യൂ, നമ്മുടെ ഏറ്റവും ഹൈറ്റിലെത്തി, ഏറ്റവും ടോപ്പിലെത്തി. താഴോട്ട് സീതാർകുണ്ട് ഏറ്റവും ടോപ്പിലെ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നൊരു വ്യൂ രക്ഷയില്ല. കാണാം. നമ്മുടെ പാലക്കാടും തൃശ്ശൂരും എറണാകുളം മൊത്തം കാണാം കേട്ടോ. അവിടെ നിന്ന് സൂപ്പർ വ്യൂ. ഇത്ര നേരം തോട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിങ്ങനെ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചില്ല. ഉള്ളോട്ട് വ്യൂ പോയിന്റ് വന്നപ്പം കിട്ടില്ല. നമ്മുടെ മെഡിക്കൽ കോളേജിലാണോ ഇത്? നല്ല വ്യൂ കേട്ടോ, സൂപ്പർ വ്യൂ. ഇനി വേറെ വല്ല വ്യൂ പോയിന്റ് ഉണ്ടോ നോക്കാം നമുക്ക്. അടുത്ത വ്യൂ പോയിന്റ്. സീൻ. നമ്മുടെ അവസാനത്തെ വ്യൂ പോയിന്റ് ഇതാ ഇവിടെ എൻ്റെ ആവുകയാണ്. ഇവിടെ ഇതിനപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല.
ഓ ഓ അപ്പോൾ ഇതിനുള്ളിൽ തന്നെ വേറൊരു ഭാഗമുണ്ട്, ഗ്രീൻലാൻഡിൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിൽ ഞാൻ കയറി. അപ്പോൾ അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഗ്രീൻലാൻഡിൻ്റെ നമ്മൾ ഗ്രീൻലാൻഡ് വ്യൂ. അപ്പോൾ ആദ്യം വിചാരിച്ചു ഇവിടെ കൊള്ളത്തില്ലെന്ന് കേട്ടോ, സീതാർഗുണ്ട്. പക്ഷേ ആ വ്യൂ പോയിൻ്റ് രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ടൈം കിട്ടുമ്പോഴേക്ക് വന്ന് കാണണം. നമ്മുടെ വ്യൂ തന്നെ മാറ്റിയല്ലേ ആ വ്യൂ പോയിന്റ്. സത്യം കയറിയപ്പോൾ ബോറായിരുന്നു. നമുക്ക് കയറിയപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇതെന്തുവാ അങ്ങനെ കുറേ തോട്ടവും അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ ആ വ്യൂ പോയിൻ്റ് എത്തിയപ്പോൾ രക്ഷയില്ല കേട്ടോ. പാലക്കാട് ഫുള്ള് കാണാം. വർത്തിട്ടായിരുന്നല്ലേ ഇത്രയും? അത് വർത്തിട്ടായിരുന്നു. ഒരു 10-30 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് അല്ലേ? സത്യം വർത്തിട്ട് ഫീലുണ്ട്. വർത്തിട്ട്